എവ്രി വൺ. എങ്ങനെ പോകുന്നു സ്റ്റഡീസൊക്കെ? അപ്പോൾ ഇത് നമ്മുടെ HSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടെക്സ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ളതൊരു റാങ്ക് ഫയലാണ്, HSC ഇംഗ്ലീഷിൻ്റെ ഒരു റാങ്ക് ഫയൽ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നാണ്. വേറെ പബ്ലിക്കേഷൻസിൻ്റെ റാങ്ക് ഫയൽസ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ 113 പബ്ലിക്കേഷൻസിൻ്റെ ഒരു റാങ്ക് ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. MCQs ഉണ്ട്, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അടുത്തത് ലിറ്റററി ടേംസ് ആണ്, MH എബ്രഹാംസിൻ്റെ. ഇപ്പം നമ്മുടെ ക്രിറ്റിസിസം എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്കുണ്ട്, ലിറ്റററി ടേംസ്. അതിൽ MH എബ്രഹാംസിൻ്റെ ലാസ്റ്റ് എഡീഷൻ നോക്കാനാണ്, റെഫർ ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റാണ്. അടുത്തത് ഇത് ഞാൻ B.Edന് പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ടെക്സ്റ്റാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ, പേപ്പർ 2ലെ ലാസ്റ്റ് മൊഡ്യൂളിൽ ELT പോർഷൻസിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയൊരു ടെക്സ്റ്റാണ്. പിന്നെ ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രെപ്പ് സ്കെയിലിൻ്റെ ഒരു ലേണിംഗ് ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരയച്ചു തന്ന ബുക്കാണിത്. ഇത് നമ്മുടെ പേപ്പർ 1 ഫുൾ കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്കിത് അതിൻ്റെ കൂടെ എനിക്ക് വേറെ പേ ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട്, പേപ്പർ 1 എന്നുള്ള ആ ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് ഓർത്തും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് PGക്ക് പഠിച്ചതും B.Edന് പഠിച്ചതും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് കയ്യിലുള്ളവർ, അത് മറന്നു പോയവർ വേണമെങ്കിൽ ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. ഇതില്ലാത്തവരും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം വായിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റാൻ എനിക്കും പറ്റിയിട്ടില്ല. ഇതെല്ലാം വായിച്ച് 2-3 തവണ റിവൈസ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. ഒരു തവണ പോലും ഇതൊന്ന് റെഫർ ചെയ്യാൻ പറ്റാത്ത ഒരാളുമാണ് ഞാനും. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. HSC ഇംഗ്ലീഷിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടും. അതുകൊണ്ട് ആ ഒരു ഫോണും നോട്ട്ബുക്കും മാത്രം മതി നമുക്ക് നമ്മുടെ നോട്ട്സ് ഫുൾ കവർ ചെയ്യാനും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലെത്താനും. അത് മാത്രം മതി. ഇപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എത്താനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.